ഹലോ, എല്ലാവർക്കും നമസ്കാരം. നർത്തകി ഡാൻസ് അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചുവൽക്കെട്ടിൻ്റെ ബാക്കിയാണ് നോക്കുന്നത്. ഇപ്പം ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ഭാഗം കുറച്ച് ടഫാണ് കേട്ടോ. ടഫ് കളിക്കാൻ നമ്മൾ അടവുകളൊക്കെ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്കത് ഈസിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു നേരിട്ട് ക്ലാസ് എടുക്കാനും നമുക്ക് ഈസിയാണ്. പക്ഷേ ഈ ക്യാമറയിൽ നോക്കി അത് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് മറ്റൊരാളില്ല, ഇവിടെ ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ എൻ്റെ ഫ്രണ്ടിൽ. അപ്പം പലവട്ടം ഞാനിത് എടുത്തു. പക്ഷെ പലപ്പോഴും ഇങ്ങനെ റെഡിയായി വന്ന് അലത്തേക്ക് ഇട്ട് വന്ന് എടുക്കും. പക്ഷെ പകുതി എത്തുമ്പോഴാണ് ഇത് കുറച്ച് വലുതാണ്. അപ്പം എനിക്ക് കട്ട് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ കുറേ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു മൂഡ് പോകും. ഇത് വേറെ ഒന്നും അല്ലല്ലോ, നമ്മൾ ആസ്വദിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് അത്ര ക്ലാരിറ്റി ആകുമ്പോഴേ ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളൂ. കാരണം എപ്പോഴായാലും ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടായാലും ഇതൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. ഈ ക്ലാസ്സസ് എല്ലാം ഇപ്പോൾ 1 മുതലുള്ള അടവുകളെല്ലാം അവിടെ ഉണ്ടാവും, ഈ ചൊൽക്കെട്ടുകളും ചെയ്ത്. അപ്പോൾ ഇതെനിക്ക് അങ്ങനെ എൻ്റെ ഒരു ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത് കുറച്ച് വൈകുന്നത്. ഞാൻ ശ്രമിക്കാം മാക്സിമം അത്ര ഒരു ക്ലാരിറ്റി വരുമ്പോഴേ ഞാനത് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് എന്തെങ്കിലും വായിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നല്ലൊരു ചാനലല്ലേ, അപ്പം അത് സൂക്ഷിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് വൃത്തിയില്ലാണ്ടാവും. അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇനിയത്തെ ഭാഗം കുറച്ച് വലിയൊരു പോർഷനാണ്. അത് നിങ്ങൾ ലാസ്റ്റ് ഞാനിതിൻ്റെ എനിക്ക് ആരും എന്നോട് പറഞ്ഞു ഇത് ഷോർട്സ് ആയിട്ട് ചെയ്തിടാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഷോർട്സിലായിരിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുക. അത് കുറച്ച് വലുതാണ്. അപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണം. പിന്നെ എന്തെങ്കിലും ഉണ്ടാവും, ഒരു നോട്ട് എന്തെങ്കിലും വെച്ചോളൂ, ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചോളൂ. സീരിയസ് ആയിട്ട് പഠിക്കുന്നവരെ ഇത് ക്ലാസ് എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു നോട്ട് എടുത്ത് വെച്ചോളൂ. കാരണം നമ്മൾ എന്താണോ ചെയ്യുന്നത് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ റൈറ്റ് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റും കൂടി ചെയ്യണം കേട്ടോ. അത് ഞാൻ ആദ്യമേ പറയാണ്. മാക്സിമം ലാഗ് വരാതെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പഠിക്കാം. നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് കിടക്കാം അല്ലേ. അതിനു മുൻപ് നമ്മൾ എവിടെയായിരുന്നു ലാസ്റ്റ് നിൽക്കുന്നുണ്ടായിരുന്നത്? തക്കത്താം എന്നുള്ള ഭാഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് പോയില്ലേ. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ശേഷം 4 വട്ടം താഴ്ത്തിളക്കി കണ്ണിളക്കി ഓക്കെ. നെക്സ്റ്റ് അടുത്തത് നമ്മൾ പെട്ടെന്ന് തന്നെ അരമണ്ടിലിരിക്കണം. എന്നിട്ട് നമ്മുടെ 11th 11ാമത്തെ അടവ് ആദ്യം അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എടുക്കണം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എന്താണോ നമ്മൾ ഈ റൈറ്റ് സൈഡ് ചെയ്തത് അത് തന്നെ ലെഫ്റ്റും ചെയ്യണം കേട്ടോ. അതൊന്നും നോട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് 11ാമത്തെ അടവെടുക്കാം. അതെന്താണ്, നമ്മളിങ്ങനെ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. എന്നിട്ട് 3, 4 കിട്ടിയല്ലോ. ഇനി അതിൻ്റെ ആ ഒരു കറക്കമുണ്ടല്ലോ, റൗണ്ട് ചെയ്ത് അത് വേണ്ട, വേഗം കൈ ചേഞ്ച് ചെയ്യാം. ഓക്കെ. അതിനുശേഷം നമ്മളുടെ 15th അടവുണ്ടല്ലോ, 15ാമത്തെ അടവ്, അത് റൈറ്റും ലെഫ്റ്റും ചെയ്യും. ഓക്കെ, നോക്കട്ടെ, അത് കൂട്ടിയെടുക്കുവാണേ. നോക്കണേ. 1, 2, 3 സ്റ്റെപ്പ്. ജഗം തണം തരി നക്കം തക്കും തരി. ശേഷം വേഗം നോടിടണം. എന്നിട്ട് തക്കം തച്ചും, പിന്നെ ലെഫ്റ്റ് കുക്കും തരി തക്കി തക്കണം. നന്നായിട്ട് മുഴുവണ്ടിരിക്കണം കേട്ടോ. എനിക്ക് സാരി അത്ര ഒരു വീതി ഇല്ലാത്തത് കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇവിടെ കുറച്ച് ഹോൾഡ് ചെയ്തോളൂ. മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കേണ്ട, കുറച്ചൊന്ന് പൊങ്ങിയിരിക്കണേ. മനസ്സിലായോ എന്താ ചെയ്തത്? ജഗം തണം തരി നക്കം തക്കും തരി, പിന്നെ തക്കം തജം കുക്കും തരി തക്കിട്ട തക്കം. ഇനി നമ്മള് ഇത്രയും നേരം ചെയ്തത് എന്താണോ അത് തന്നെ ലെഫ്റ്റ് ചെയ്യണം. എങ്ങനെ ലെഫ്റ്റ് ചെയ്യാം? 1, 2, 3, 4. ജഗം തണം തരി നക്കം തക്കും തരി. നീ
15th ആണെന്ന് ചെയ്യാം. തക്കം തജം കുക്കും തരി തക്കിട്ട തക്ക. കാലൊക്കെ മനസ്സിലാവില്ലല്ലേ? 11th 15th ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ അടവൊക്കെ. അതിനുശേഷം അടുത്തത് നമ്മൾ 17th 10th നമ്മളൊരു കൈ ഇങ്ങനെ എടുത്തിരുന്നല്ലേ, തിത്ത എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തജം തക്കതിമ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതിൻ്റെ അങ്ങനെയല്ല, പകരം ജഗം തണ്ണം കേട്ടോ. എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് നിങ്ങൾക്ക് അതൊരു അടവൊന്നുമല്ല, നമ്മൾ പല അടവുകളെ പുറത്തിണക്കി എടുക്കുവാണ്. ജഗം കാല് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ ഓക്കെ നോക്കൂട്ടോ. ജഗം തണ്ണം കുറച്ച് ബാക്ക് കോർണറിലേക്ക് തജം എന്ന് ചാടി, അവിടെ കുറച്ച് ചാടുകയല്ല, കുറച്ച് മൂവ് ചെയ്ത് അങ്ങോട്ട് ഇരുന്നാൽ മതി. അപ്പൊ അതേ സമയത്ത് ജഗം എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ എടുക്കുക. ഇവിടെയും ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഈ ഒരു പാർട്ട്, നേരത്തെ പാർട്ട് ഞാൻ പറഞ്ഞു റൈറ്റ് എന്താണോ ചെയ്തത് അത് തന്നെ ടോട്ടലായിട്ട് ലെഫ്റ്റ് ചെയ്തു. ഇവിടെയും നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഈ ഭാഗം മുതൽ അതെല്ലാം ലെഫ്റ്റിൽ നിന്ന് എടുക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യണേ. 3 4 എന്നിട്ട് ജഗം തണ്ണം കേട്ടോ. ഈ കൈയിലേക്ക് നമ്മളിങ്ങനെ നിന്നു കേട്ടോ. എന്നിട്ടോ തരി എന്ന് പറയുമ്പോൾ ഈ ബാക്കിൽ വെച്ചിട്ട് നമ്മുടെ ലെഫ്റ്റ് കാലെടുത്തിട്ട് 1 2 എന്ന് കയറ്റി വെക്കണം ഫ്രണ്ടിലേക്ക്. അതേ സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ മുദ്രാക്ഷ മുദ്ര ഡോളമായിട്ട് മാറും. ഇവിടെയുള്ള നമ്മുടെ ഈ എന്താണ് നമ്മൾ പറയാ, നമ്മുടെ അർദ്ധചന്ദ്രം വിടർത്തി പിടിച്ചിട്ടുള്ള അലപത്മം എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം കേട്ടോ. അങ്ങനെ വായിൽ വരുന്നു. ഭരതനാട്യം കൂടി നമ്മൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അലപത്മം എന്ന് പറയാണ്. അപ്പോൾ ഈ അലപത്മത്തെ നമ്മൾ എന്ത് ചെയ്യണു, ഇങ്ങനെ ഒലഞ്ഞു കൊണ്ടുവരണം. ആ ഒലഞ്ഞിട്ട് തന്നെ വരണം കേട്ടോ. ഓക്കെ നോക്കാം നമുക്ക്. 1 2 നിങ്ങൾ ആദ്യം കാലൊന്ന് നോക്കിക്കോട്ടോ. ഇതിൻ്റെ തന്നെ ലെഫ്റ്റും എടുക്കണം, മറക്കല്ലേ. ജഗം തണ്ണം തരി, ലെഫ്റ്റ് വരുമ്പോൾ ഈ ലെഫ്റ്റ് കാല് നക്കം തക്കും തരി എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് റൈറ്റും ലെഫ്റ്റും ചെയ്യാം. എന്താണോ റൈറ്റ് ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റും നമ്മൾ ചെയ്യണം. ഇനി അത് ഞാൻ പറയേണ്ടെന്ന് തോന്നുന്നു. ഓക്കെ നോക്കാം. അപ്പൊ റൈറ്റ് വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഓപ്പൺ ആക്കി, ലെഫ്റ്റ് വരുമ്പോൾ റൈറ്റ് ഹാൻഡ് ഓപ്പൺ ആക്കണേ. 3 4 ജഗം. നിങ്ങൾ ഈ കൈയുടെ ഒരു ഒതുക്കത്തിൽ നോക്കരുത് കേട്ടോ. ഒരുപാട് ദൂരത്തേക്ക് നിങ്ങൾ നോക്കുന്നതോട് നിങ്ങൾക്ക് ഭംഗി കൂടും. ഭംഗി എന്നുള്ള വേർഡല്ല, എന്താ പറയുക, അട്രാക്ഷൻ കൂടും. നമ്മൾ ഒരുപാട് ദൂരത്തേക്ക് നോക്കി വരുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ മനസ്സൊന്ന് ഓപ്പൺ ആയി നമുക്ക് തുറന്ന് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഒതുങ്ങിപ്പോവും. കയ്യിലെ ആ ഒരു വട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തന്നെ ഒതുങ്ങിപ്പോവും. അപ്പോൾ നമുക്കത് ഒരുമിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ജഗം തണ്ണം തരി നക്കം തക്കും തരി. അടുത്തത് നമ്മളുടെ ഇതിന്റെ കൂടെ തന്നെ കേട്ടോ, നിർത്തല്ല. തരി കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കുമ്പോൾ നിർത്തി പറയണല്ലോ. അതിനുശേഷം നമ്മളുടെ 5th അടവില്ലേ, 5ാമത്തെ അടവ്, തൈഹിത്ത തിത്തി തൈഹിത്ത തോം തോം തൈഹിത്ത തിത്തി തൈഹിത്ത തോം തോം എന്നുള്ള ആ ഒരു അടവുണ്ടല്ലോ. അതിനെ ശ്രദ്ധിക്കണേ. റൈറ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക, ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് പിന്നീട് അതിനെ തിരിച്ചു വരണ്ട, പകരം തജം എന്ന് എടുക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ചെയ്യുവാണേ, നോക്കണേ. 1 2 3 4 സ്പീഡിലാണ് കേട്ടോ. 3 4 തക്കം തജം തക്ക തക്കിട്ട തരി. കണ്ടോ, തക്ക തക്കിട്ട കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് തരി എന്ന് എടുത്ത് വെക്കണം കേട്ടോ. അത് ഏത് കാലം എടുത്ത് വെക്കുന്നത് മനസ്സിലായല്ലോ. തിരിച്ച് റൈറ്റും ലെഫ്റ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ എന്തൊക്കെയായിരുന്നു ആദ്യം എടുത്തത്? ഇങ്ങനെയായിരുന്നു. ജഗം തണ്ണം തരി നക്കം തക്കും തരി തക്കം തജം കുക്കും തരി തക്കിട്ട തക്ക ലെഫ്റ്റ്. ജഗം തണ്ണം തരി നക്കം തക്കും തരി തക്കം തജം കുക്കും തരി തക്കിട്ട തക്ക. ജഗം തണ്ണം തരി നക്കം തക്കും തരി. അതിനുശേഷമാണ് തക്കം തജം തക്ക തക്കിട്ട തരി.
ഇത്ര സ്പീഡിലൊന്നുമല്ല ഞാനിത് ഇത്രയും വേഗം ഒന്ന് ഓർത്തതാണ് കേട്ടോ, റിവൈസ് ചെയ്ത് തന്നതാണേ. ഇനി ഇതിൻ്റെ ഇപ്പം നമ്മൾ ചെയ്തൊരു പാർട്ടില്ലേ, അതിൻ്റെ ലെഫ്റ്റ് എടുക്കണം. നോക്കാം. അതിൻ്റെ ലെഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ടോട്ടലാട്ടോ പറയണത്, അത് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. 3, 4. ജഗം, ഈ ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യണം. ജഗം തണം തരി നക്കം തക്കും തരി. ഇനിയോ, ഇനി ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യണം. തക്കം തജം തക തക്കി തരി. മനസ്സിലായോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ മനസ്സിലായോ ചോദിക്കാൻ തോന്നുന്നു. ബോറാണെങ്കിൽ സോറി കേട്ടോ. അതെന്താണെന്നറിയാമോ, കുറച്ചധികം ഉണ്ടല്ലോ, ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നുണ്ടല്ലോ. അപ്പം അതായത് ഇങ്ങനെ പോണു 15th വരുന്നു, 5th വരുന്നു. അപ്പം എനിക്കെന്നൊരു എങ്ങനെ പറഞ്ഞു തന്നാലും അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാന്ന് അറിയുന്നില്ല ചില സമയത്ത്. അതുകൊണ്ടാണ് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇനി അതിനുശേഷം അടുത്തതെല്ലാം കൂടി ഒന്ന് നമ്മൾ അറിയില്ലേ, അതിൻ്റെ ഒരു എൻഡിലേക്ക് വരുവാണ്. ഇതൊന്നും നിർത്തിയല്ല, അതിന് ശേഷം വരുവാണ് നമ്മൾ ലാസ്റ്റ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അതിനുശേഷം എന്ന് പറയുമ്പോൾ കാല് റൈറ്റ് കോർണറിലേക്ക് നമ്മുടെ പതാകം എന്നുള്ള മുദ്ര ചെസ്റ്റിനെ എടുത്ത് പിടിച്ച് ലെഫ്റ്റ് ഡോൾ ഇട്ടിട്ട് അവിടേക്ക് വളഞ്ഞിരുന്നു. കാല് എന്താ ചെയ്തിരിക്കുന്നത്, കാലിങ്ങനെയാട്ടോ. 1, 2 എടുത്ത് വെച്ചിരിക്കുകയാണ്. 3, 4 നടുവരും കേട്ടോ. പെട്ടെന്ന് ധിക്ലാം എന്ന് ചാടി ഇരിക്കാൻ പാടില്ല. 3, 4 ഇനിയോ കേട്ടോ. അത് നമ്മളുടെ കൈ ഇങ്ങനെ റൈറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ട് എന്ന് വരും. ഓക്കെ, കാല് വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഒന്ന് കാണിച്ചു തരാം. റൈറ്റ് കോർണറിലേക്കാണ് ചെയ്യേണ്ടത് എങ്കിലും ഞാൻ ഇങ്ങോട്ട് കാണിക്കുകയാണ്. 3, 4 ഓക്കെ, ഇത് തന്നെ ലെഫ്റ്റിലും ചെയ്യണം കേട്ടോ. 3 സ്റ്റാർട്ട്. കിട്ടിയല്ലോ. തജ്ജം തജ്ജം. അടുത്തത് ഫ്രണ്ടിലേക്ക് നമ്മളുടെ 11th കൈ പിടിച്ചിട്ട് 11ാമത്തെ അടവിന്റെ കൈ പിടിച്ചിട്ട് കയറി അതേപോലെ തന്നെ തജ്ജം വരുന്നു. ഇനി അതൊന്ന് കറങ്ങണം, കറങ്ങി വരണം. ഓക്കെ, ഞാനൊന്ന് കയറിയിട്ടുണ്ടേ. അപ്പോൾ 3, 4 ഓർമ്മയുണ്ടോ? 11th ഏതായിരുന്നു? 8th തോന്നുന്നെടുത്തില്ലേ, അതിന്റെ ആദ്യത്തെ ഭാഗമാണ്. താധീം എന്ന് പറയുമ്പോഴാണ് വരേണ്ടത്. അപ്പോൾ 3, 4 താധീം. ഇത്ര മനസ്സിലായി വിചാരിക്കുന്നു. അതിനുശേഷം താധീമിനാണ് നമ്മളുള്ളത് കേട്ടോ. ഇനി മാഗരീസണി എന്ന് വരും. അതിന് മാ വിട്ടിട്ട് നമ്മൾ 9ാമത്തെ അടവ് ചെയ്യണം. 3, 4 മാഗരീസണി. കണ്ടോ, അതിന് ഗരീസ എന്നുള്ളത് മതി. മായും നീയും നമുക്ക് ഒഴിവാക്കാം. ഇത്രയും വരുള്ളൂ, 3 സ്റ്റെപ്പ് വരുള്ളൂ. 1, 2, 3, 4. അത് കൂട്ടി ചെയ്യാം അല്ലേ. 3, 4 ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു പോർഷൻ എടുക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. ഇച്ചിരി അതിങ്ങനെ ഓരോന്നിങ്ങനെ പെരുക്കി നമ്മൾ ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്ത് പറയുമ്പോൾ ചില സമയത്ത് കണക്ഷൻ വിട്ടുപോകും. അതുകൊണ്ടാണ് ലാഗ് വരുന്നത്. എങ്കിലും ഞാനങ്ങ് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്താ എടുത്തത്? കിട്ടിയില്ലേ? അതിനുശേഷം ഒരു താധിയും കൂടെ ലെഫ്റ്റ് എടുക്കാം. ഓക്കെ, അതിനുശേഷം ഫ്രണ്ടിലേക്ക് ഒരു താധിയും കൂടി ഉണ്ട്.
മുൻപിലേക്ക് എന്താ എടുത്തിനെ? തക്കിട്ട് തക്കിട്ട്, അതാണ് താതിയിൽ വരുന്ന ഒരു കണക്ക് കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മളുടെ 19ാമത്തെ അടവ് എടുക്കുക. നിങ്ങൾ നോട്ട് എഴുതി എടുക്കണം കേട്ടോ. നോട്ടൊക്കെ എഴുതി എന്നാലേ ഓർമ്മ ഉണ്ടാവുള്ളൂ. 19ാമത്തെ അടവ് ഏതായിരുന്നു? താ തെയ് തെയ് താ. ഇതെല്ലാം ഈ സ്പീഡ് തന്നെയാണ്. താ തെയ് തെയ് താ. ഓക്കെ, എന്നിട്ട് 3 വട്ടം തെയ് തെയ് ചിത്തി തെയ് 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 ചിത്തി തെയ് 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 ചിത്തി തെയ് എന്ന് വരണം. അതിൽ അതായത് 19ാമത്തെ അടവിന് ശേഷമാണ് ഞാൻ പറയുന്നത്. ഞാൻ കൂട്ടിയെടുക്കാം എങ്കിലും അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ചെറിയൊരു തീരുമാനമാണ്. തെയ് തെയ് തിത്തി തെയ് 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 തിത്തി തെയ് 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 തിത്തി തെയ്. അതിന്റെ കാല് വരുന്നത് ഇങ്ങനെയാണ്. കാല് നോക്കൂ. 3 4 തെയ് തെയ് തിത്തി തെയ് 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 തിത്തി തെയ് 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 തിത്തി. നമ്മളുടെ ഭരതനാട്യം ചെയ്യുമ്പോൾ തക്കത്തത്തി കിട്ടത്തും തക്കത്തത്തി കിട്ടത്തും തക്കത്തത്തി കിട്ടത്തും എടുക്കില്ലേ? പക്ഷെ അവിടെ നമ്മൾ നാട്ടി വെക്കും അല്ലേ? ഇവിടെ നമ്മൾ പക്ഷെ അല്ലെങ്കിൽ നമ്മൾ നാട്ടി ഫ്രണ്ടിലേക്ക് വെക്കും. പല സ്റ്റൈൽസിലും പലതരത്തിൽ ചെയ്യും. പക്ഷെ നമ്മൾ ഇവിടെ ഇതിനെ അരമണിൽ ഇരുന്നിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അറിയാതെ പെട്ടെന്ന് കിട്ടത്തോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണ്. അങ്ങനെ ചെയ്താൽ മൊത്തത്തിൽ നമ്മൾ കിടന്ന് ഇങ്ങനെ ഒന്നാമത്തെ കാലം ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇളകി പോകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവിടെ ഇരുന്നിട്ട് നോക്കൂ. 3 4 കിട്ടത്തോ കിട്ടത്തോ കിട്ടത്തോ. അത് കയറിയൊക്കെ വരാം കേട്ടോ. ചെയ്ത് വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെയ്യണമെന്നില്ല. ഇവിടെ ഇപ്പം ഞാൻ ഇങ്ങനെ കയറി വന്നാൽ നിങ്ങൾക്ക് എൻ്റെ കാല് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതല്ലാതെ ഒരു സ്റ്റേജിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മുമ്പിലേക്ക് തേയ് തേയ് ഇങ്ങനെ കയറി വരാം. അപ്പം അതിൻ്റെ കൈ പറയട്ടെ. 2 കൈയിലും ഇത് എപ്പോഴും മോഹിനിയാട്ടത്തിൽ വരും കേട്ടോ. നിങ്ങളൊന്ന് ഇത് ഒരു അടവിലും നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷെ ഇത് ഇനി മുതൽ വരും. അപ്പോൾ 2 കൈയിലും മുഷ്ടി മുദ്ര. ലെഫ്റ്റ് ഇങ്ങനെ പിടിക്കണം. റൈറ്റ് മുഷ്ടി ഇങ്ങനെ പിടിക്കുക. ലെഫ്റ്റ് കമഴ്ത്തി പിടിക്കുക. എന്നിട്ട് ഈ സൈഡിലേക്ക് വെക്കണേ. ഈ മുട്ടിവിടെ പൊക്കാൻ ശ്രദ്ധിക്കണം. ഇതൊന്നും പിടിക്കരുത്. മുട്ടൊക്കെ പൊക്കി ഇങ്ങനെ. എന്നിട്ട് നമ്മൾ കറക്റ്റ് സൈഡിലേക്ക് ചെരിക. കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ അവിടെ നോക്കിയിട്ട് കാര്യമില്ല. കുറച്ച് അവിടെ കണ്ണും മനസ്സൊക്കെ ഇവിടേക്ക് വരണം അല്ലേ? എന്ന് വെച്ചിട്ട് കയ്യിലേക്ക് നമുക്ക് ഇങ്ങനെ നോക്കാനും പറ്റില്ല. പക്ഷെ ഇതാ ഇവിടെയാണ് നമ്മുടെ മനസ്സുണ്ടാവുക. അപ്പോൾ എന്നിട്ട് തെയ് തെയ്. എന്നിട്ടോ തിത്തി തെയ് എന്ന് പറയുമ്പോൾ തിത്തി തെയ്. കണ്ടോ? നമ്മൾ മൊത്തത്തിൽ നമ്മളെ തന്നെ എടുത്തിട്ട് അവിടെ വെക്കുകയാണ്. പക്ഷെ അടിസ്ഥാന നിലയിലാണ് വെക്കേണ്ടത്. തെയ് തെയ് ധിത്തി തെയ്. എന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തെയ് തെയ് ധിത്തി തെയ് 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 ധിത്തി തെയ്. നോക്കാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആണ്. 2 3 4 താ തെയ് തെയ് താ തെയ് തെയ് ധിത്തി തെയ് 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 ധിത്തി തെയ് 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 ധിത്തി തെയ്. ഓക്കെ, കഴിഞ്ഞു. അതിനുശേഷം തെയ് തെയ് തെയ്ക്ക് ശേഷം നമുക്ക് ജുണ്ണു ധീമീത ജുണ്ണു ധീം പോകാം. ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ജുണ്ണു ധീമീത ജുണ്ണു എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ നോക്കണം. വെറുതെ നമുക്കൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. ചുമ്മാ നമുക്കൊന്ന് പറഞ്ഞു പോകാം എന്തായിരുന്നു ഇത്രയും നേരം എടുത്തതെന്ന്. അത് പെർഫെക്ഷനോട് കൂടിയല്ല. ഇത് നമ്മൾ ഒരു ഡാൻസ് ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ നേരിട്ട് ഇങ്ങനെ ഓർക്കില്ലേ, എടുത്തതെല്ലാം ഒന്ന് ഓർക്കും. നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഷോർട്സിലും ഞാൻ വീഡിയോ ഇടാം കേട്ടോ. കാരണം ഇതിൽ ഞാൻ ആ ഒരു സോങ് എടുത്തിടുമ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരും. അതിങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വേണ്ട. അതുകൊണ്ടാണ് അല്ല, ചിലപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. അത് വേണ്ട. പക്ഷെ ലാസ്റ്റ് നമുക്ക് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് നമുക്കൊരു വീഡിയോ ചെയ്യാമല്ലോ. ഇത് എല്ലാ വീഡിയോയിലും ഇങ്ങനെ സോങ്സ് കയറി വരുമ്പോൾ അത് എനിക്ക് നല്ലതല്ല, നമുക്ക് ചാനലിന് നല്ലതല്ല. അതുകൊണ്ടാണ്. മറ്റേത് പക്ഷെ നമുക്ക് ഒരു വീഡിയോ മാത്രം വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണമെങ്കിൽ എപ്പോഴെങ്കിലും അത് പ്രശ്നമൊന്നുമില്ല. ഒരു വീഡിയോ മാത്രം, അത് മാത്രമായിട്ട്. ഇതിപ്പോൾ അഭിനയം കൂടിയല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒറ്റ പോർഷനേ ഉള്ളൂ. അഭിനയത്തിൻ്റെ ഒരു വീഡിയോ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കിത് തീർക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ പിന്നെന്താണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പാർട്ട് കുറച്ച് ടഫാണ് കേട്ടോ. അതിങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. നോട്ട് എടുത്തിട്ട് അതിലിങ്ങനെ നോട്ട് ചെയ്യാം. അത് എന്നിട്ട് അങ്ങനെ പിടിക്കാം കേട്ടോ. പിന്നെ
ഇതിൻ്റെ വീഡിയോ ഷോർട്സിൽ വരും. ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്ന ഉടനെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ വേഗം ഷോർട്സിൽ പോയി നോക്കിയാൽ മതി, അതിലുണ്ടാകും. നിങ്ങൾക്കത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പിന്നെ എന്താ പറയാൻ വന്നത്, ഇനി ഒറ്റൊരു പാർട്ടും കൂടിയേ ഉള്ളൂ കേട്ടോ, ഒരു അഭിനയത്തിൻ്റെ ഒരു പോർഷനും കൂടിയേ ഉള്ളൂ. എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം ആകുമ്പോഴേക്കും വീഡിയോസ് എപ്പോഴും വരും കേട്ടോ. എല്ലാ ശനിയാഴ്ചയും വരും. ഓക്കെ, ഈ ആഴ്ച കുറച്ചധികം നമുക്ക് വേഗം അടുത്തൊരു പാർട്ടും കൂടി വേഗം എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയദശമിക്ക് പുതിയൊരു ഐറ്റം സ്റ്റാർട്ട് ചെയ്യാമല്ലോ. വിജയദശമി വരുന്ന 13th അപ്പോൾ നമുക്ക് അന്ന് പുതിയൊരു ഐറ്റം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിനുള്ളിൽ ഞാൻ ഏതാണ് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടും കൂടി വേഗം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു, ബൈ.